നമുക്കറിയാം, നാം അറിയാതെ നമ്മളെ വരിഞ്ഞു മുറുകുന്ന അദൃശ്യ ചരടുകൾ ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഇതൊരു 10-25 വർഷത്തെ വൈദിക ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. പല മക്കൾക്കും ജീവിതത്തിൽ ഒരുപാട് അദൃശ്യ ചരടുകൾ നമ്മളറിയാതെ നമ്മളെ, നമ്മുടെ ജീവിതത്തെ, വരുമാന മാർഗങ്ങളെ, കുഞ്ഞുങ്ങളെ, നമ്മുടെ ബന്ധങ്ങളെ, നമ്മുടെ സമാധാനത്തെ, നമ്മളുടെ പ്രാർത്ഥനാ ജീവിതത്തെ എന്ന് വേണ്ട എല്ലാ മേഖലകളെയും ഒക്കെ ഇങ്ങനെ വരിഞ്ഞ് മുറുക്കാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈ അദൃശ്യ ചരടുകൾ അത് ഏതെല്ലാം രീതിയിലാണോ നമ്മളെ വേട്ടയാടുന്നത്, അതെല്ലാം ഒന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ അതിനൊരു പരിഹാരവും ഒരു മോചനവും പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ആദ്യ ശനിയാഴ്ച ധ്യാനങ്ങളൊക്കെ നമ്മൾ ക്രമീകരിച്ചിരുന്നത്. ഹല്ലേലൂയ. സ്നേഹത്തോടെ ഹല്ലേലൂയ. അപ്പം ഞാൻ അതിന് പേരിട്ട് വിളിക്കുന്നത്, ഈ ഒരുപക്ഷം ഉണ്ടെങ്കിൽ പലർക്കും അത് ഇഷ്ടമല്ല പേരങ്ങനെ വിളിക്കാൻ. പക്ഷെ ഞാൻ അതിനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ ബന്ധനങ്ങളെന്നാകാം നിങ്ങൾ വിളിക്കുന്നത്, ഒരുപക്ഷെങ്കിൽ ശാപം എന്നാകാം. ഒരുപക്ഷെന്നുണ്ടെങ്കിൽ നമുക്കൊരു എഴുന്നേൽപ്പില്ല, ഒരു മേൽഗതിയില്ല, നമുക്കൊരു വളർച്ചയില്ല, നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലൊരു ഉയർപ്പില്ല. അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു വളർച്ച, ഉയർച്ച നമുക്ക് സാധിക്കാതെ പോകും. നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ എന്നുണ്ടെങ്കിൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും നമ്മുടെയൊക്കെ ഈ ചില കെട്ടുകൾ ഇങ്ങനെ നിലനിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, ജോഷുവയുടെ പുസ്തകത്തിലൊരു സംഭവം, ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ജോഷുവയുടെ പുസ്തകം, അതായത് ചില കെട്ടുകൾ അത് എത്ര കഴിഞ്ഞാലും കാലങ്ങളായിട്ട് നിലനിൽക്കാൻ സാധ്യതയുണ്ട് എന്ന് ബൈബിൾ പഠിപ്പിക്കുകയാണ്. ബൈബിൾ പറയുന്നത് നമ്മൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായം 26-ാം തിരുവചനം. ജോഷുവ അന്ന് അവരോട് ശപഥം ചെയ്തു പറഞ്ഞു, ജെറീക്കോ പുതുക്കി പണിയാൻ തുനിയുന്നവൻ ശക്തൻ, അതിൻ്റെ അടിസ്ഥാനം ഇടാൻ ഒരുമ്പെടുന്നവന് അവൻ്റെ മൂത്ത മകനും കവാടങ്ങൾ നിർമ്മിക്കുവാൻ പരിശ്രമിക്കുന്നവന് അവൻ്റെ ഇളയ മകനും നഷ്ടപ്പെടും. ഹല്ലേലൂയ. ജോഷുവ തൻ്റെ ജനത്തോട് പറയുകയാണ്, അന്ന് ശപഥം ചെയ്തുകൊണ്ട് ജോഷുവ എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞു, ജെറീക്കോ പുതുക്കി പണിയാൻ തുനിയുന്നവൻ ശബ്ദൻ എന്ന് പറഞ്ഞ, ശബ്ദൻ എന്ന് പറഞ്ഞ ശപിക്കപ്പെട്ടവൻ. എന്താണ് കാരണം എന്നറിയാമോ? ഇസ്രായേൽ ജനത്തെ ഇതുപോലെ കഷ്ടപ്പെടുത്തിയ മറ്റൊരു നാടില്ല. ഇസ്രായേൽ ജനത്തെ ഇതുപോലെ, അതായത് വലിയ കോട്ട കെട്ടിയിട്ട് ഇവരെന്ത് ചെയ്യുമെന്നറിയാമോ? ഈ താഴ്വാരത്തിലൂടെ ഈ ഇസ്രായേൽ ജനം ഇങ്ങനെ വാഗ്ദാന നാട്ടിലേക്ക് പോകുമ്പോൾ വലിയ കല്ലുകൾ എടുത്ത് ഉരുട്ടി ഇവരുടെ മണ്ടക്കിടും. വലിയ കല്ലുകളൊക്കെ വന്ന് ഇസ്രായേൽ ജനമൊക്കെ ചറയുക. അപ്പോൾ ഈ ഇസ്രായേൽ ജനത്തിന് എങ്ങനെയെങ്കിലും ഈ കോട്ടയൊന്ന് തകർത്ത് ഇവന്മാരെ കീഴ്പ്പെടുത്തിയില്ലെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ജനത്തെ മുഴുവൻ ചതച്ചുകളെ, സ്റ്റിക്കറാക്കികളെ. അതുകൊണ്ട് ജോഷുവ വളരെ കഷ്ടപ്പെട്ട് ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട് ഈ ജെറിക്കോ കോട്ട തകർക്കാൻ തീരുമാനിച്ചു. അപ്പം ജോഷുവയോട് കർത്താവ് പറഞ്ഞു, ജോഷുവ കയ്യിൽ എന്നാ ഉണ്ട്? ജോഷുവ പറഞ്ഞു, യന്ത്രമുട്ടിയുണ്ട്, പീരങ്കിയുണ്ട്, ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൈനമിറ്റ് വേണമെന്നുണ്ടെങ്കിലും വെക്കാം, AK-47 ഉണ്ട്. അപ്പോൾ പറഞ്ഞു, ഇതൊന്നും വേണ്ട, ഈ ജെറിക്കോ കോട്ടയ്ക്ക് ചുറ്റും ഒരു 7 തവണ ഇങ്ങനെ ചുറ്റി നടന്ന് പ്രാർത്ഥിച്ച കാഹളം മുഴക്കിയാൽ മതി, ഈ കോട്ട ഇടിഞ്ഞ് തറ വീഴുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ദൈവ പൈതൽ ഈ കോട്ടയ്ക്ക് ചുറ്റും ആളുകളെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. സ്നേഹത്തോടെ ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ വളരെ ശക്തമായ പ്രാർത്ഥന ഉയർത്തി. അതുകൊണ്ടാണ് ജെറിക്കോ പ്രയർ എന്നൊക്കെ നമുക്കറിയാം. ജെറിക്കോ പ്രയർ, അതിൻ്റെ പ്രത്യേകത ശത്രുവിൻ്റെ കോട്ടകളെ തകർക്കാനുള്ള ഏറ്റവും നല്ല ദൈവിക ഉപായമാണ് ജെറിക്കോ പ്രാർത്ഥന. അപ്പോഴിങ്ങനെ ജെറിക്കോ പ്രാർത്ഥനയൊക്കെ നടത്തി 7-ാം ദിവസം 7 തവണ കാഹളം ഊതിക്കൊണ്ട് ഈ കോട്ടയ്ക്ക് ചുറ്റും നടന്നു. കോട്ട തകർന്ന് തരിപ്പണമായി.
ഇത്രമേൽ ഈ ജനത്തെ ബുദ്ധിമുട്ടിച്ച ശത്രു പരാജയപ്പെട്ടപ്പോൾ അന്ന് ജോഷുവ ശപഥം ചെയ്ത് ജനത്തോട് പറഞ്ഞ വാക്കാണ് നമ്മൾ വായിക്കുന്നത് 6-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. വായിക്കാം ഒരിക്കൽ കൂടി. ജെറീക്കോ പുതുക്കി പണിയാൻ തുനിയുന്നവൻ ശബ്ദൻ, അതിന്റെ അടിസ്ഥാനമിടാൻ ഒരുമ്പെടുന്നവന് അവന്റെ മൂത്ത മകനും കവാടങ്ങൾ നിർമ്മിക്കാൻ പരിശ്രമിക്കുന്നവന് അവന്റെ ഇളയ മകനും നഷ്ടപ്പെടും. ജോഷുവ ജനത്തോട് ശപഥം ചെയ്ത് പറഞ്ഞു, ജെറീക്കോ ഇനിയും ആരെങ്കിലും പുതുക്കി പണിതാൽ, ഈ വീട്, ഈ കോട്ട ഇനി ആരെങ്കിലും പുതുക്കി പണിതാൽ അവൻ്റെ മൂത്ത മകനും മരിച്ചു പോകും. അതിൻ്റെ അടിസ്ഥാനം ഇട്ടാൽ അതിൻ്റെ മൂത്ത മകൻ പോകും. അതിൻ്റെ കട്ടള വെക്കുന്ന ദിവസം അതിൻ്റെ ഇളയ മോനും പോകുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇത് ബൈബിളിൽ പറഞ്ഞ കാര്യമോ ഞാൻ പറഞ്ഞ മനോരമയിലോ മംഗളത്തിലോ പറഞ്ഞ കാര്യമല്ല. ഇത് കേട്ടിട്ട് ജനം പറഞ്ഞു ആമേൻ. പിന്നീട് നിങ്ങൾക്കറിയാമോ, 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായത്തിൻ്റെ 34-ാം തിരുവചനത്തിൽ കാലങ്ങൾ കഴിഞ്ഞിട്ട് ഒരു പാവപ്പെട്ട രാജാവ് ജെറീക്കോ കോട്ട പുതുക്കി പണിയാൻ തീരുമാനിച്ചു. ആ രാജാവിൻ്റെ പേര് ഒന്ന് വായിക്കാം. 1 രാജാക്കന്മാർ 16-ന്റെ 34-ാം വാക്യം. നൂനിന്റെ മകൻ ജോഷുവ വഴി കർത്താവ് അരുളി ചെയ്തതുപോലെ നഗരത്തിന്റെ അടിസ്ഥാനമിട്ടപ്പോൾ അവന് മൂത്ത മകൻ അബിറാമും കവാടം നിർമ്മിച്ചപ്പോൾ ഇളയ മകൻ സെഹൂവും നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിക്കണേ. ഒരു രാജാവാണ്, നിസ്സാരക്കാരനല്ല. ഈ രാജാവ് നോക്കിയപ്പോൾ ഈ നല്ല മനോഹരമായ സ്ഥലമാണ്, ഇത് പുതുക്കി പണിത് കോട്ട കെട്ടി ജീവിക്കാൻ തീരുമാനിച്ചു. നൂറ്റാണ്ടുകൾക്ക് ശേഷം ഈ രാജാവിൻ്റെ പേരാണ് ബഥേലിലെ ഹിയേൽ. ഈ ഹിയേൽ രാജാവ് ജെറീക്കോ കോട്ട പണിയിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നൂനിൻ്റെ പുത്രനായ ജോഷുവ പറഞ്ഞ ആ ശപഥം അവിടെ നിറവേറുകയാണ്. അതിൻ്റെ അടിസ്ഥാനമിട്ട ദിവസം ഈ രാജാവിൻ്റെ മൂത്ത മകൻ പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിച്ചു. കൊട്ടാരം വൈദ്യന്മാരില്ലാഞ്ഞിട്ടല്ല, മരുന്നില്ലാഞ്ഞിട്ടല്ല, മെഡിക്കൽ സ്റ്റോർ സ്വന്തമായിട്ടില്ലാഞ്ഞിട്ടല്ല, പക്ഷേ മരിച്ചുപോയി. അതിൻ്റെ കവാടം പണിതപ്പോൾ അബിറാമും പോയി. കവാടം നിർമ്മിച്ചപ്പോൾ ഇളയ മകൻ സെഹൂബും പേരെഴുതി വെച്ച്, ബൈബിളിൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, പേരെഴുതി വെച്ച്, മക്കളുടെ പേരെഴുതി വെച്ചിട്ട് പറയുകയാണ് അവർ രണ്ടുപേരും മരിച്ചു എന്ന്. അപ്പോൾ എന്താ പരിഹാരം? ദൈവമേ, ഈ ശാപമൊക്കെ. പ്രിയപ്പെട്ടവരെ, 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 34-ാം തിരുവചനത്തിൽ ബഥേലിലെ ഹിയേലിൻ്റെ 2 മക്കളും മരിച്ചു പോകുന്നതായിട്ടാണ് കാണുന്നത്. എന്നിട്ട് നമ്മൾ കാണുന്നത് പിന്നീട് ഇതിന് പരിഹാരമില്ലേ? ഉണ്ട്. ഈ ജെറീക്കോ കോട്ട പുതുക്കി പണിത് വെഞ്ചരിച്ച് ആശീർവദിച്ച് ദൈവമായ കർത്താവ് ഒരു ദൈവ ജനതത്തിന് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 19-ാം തിരുവചനം. അതിൽ പരിഹാരമുണ്ട്. അവിടെ നമ്മൾ വായിക്കും. 2 രാജാക്കന്മാർ 2-ന്റെ 19-ാം വാക്യം വായിക്കാമോ? നഗരവാസികൾ ഏലീശയോട് പറഞ്ഞു, അങ്ങു കാണുന്നില്ലേ, ഈ പട്ടണം ജീവിക്കാൻ പറ്റിയതാണ്, എന്നാൽ വെള്ളം മലിനവും നാട് ഫലശൂന്യവുമാണ്. ഒരു പുതിയ പാത്രം കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവീൻ എന്ന് അവൻ പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു. അവൻ ഉറവയ്ക്ക് അടുത്ത് ചെന്ന് ഉപ്പ് അതിലിട്ടുകൊണ്ട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഈ വെള്ളം ശുദ്ധീകരിച്ചിരിക്കുന്നു, ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണമാവുകയില്ല. ഏലീശയുടെ വചനമനുസരിച്ച് ആ വെള്ളം ഇന്നും ശുദ്ധമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പിന്നെയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ഏലീശ എന്ന് പറയുന്ന ഒരു ദൈവപുരുഷൻ ആ നാട്ടിൽ ശിഷ്യന്മാരുമായിട്ട് ഇങ്ങനെ കാറ്റുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു, ഇത് നല്ല നാടാ, നല്ല വെട്ടവും വെളിച്ചമുള്ള സ്ഥലമാണ്, പക്ഷേ ഇവിടെ എന്നാ നട്ടാലും വിഷമാണ്, ഇവിടെ എന്ത് കൃഷി ചെയ്താലും ഉണ്ടാകുകയില്ല, ഫലശൂന്യമാണ്. നല്ല കാറ്റും വെളിച്ചമുള്ള കുന്നിൻ്റെ പുറമാണ്, മണ്ണൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല മണ്ണാണ്, ജീവിക്കാൻ പറ്റിയ സ്ഥലം, പക്ഷേ ഇവിടുത്തെ ഉറവയിൽ നിന്ന് വരുന്ന വെള്ളമുണ്ടല്ലോ, കയ്പ. ഉടനെ ദൈവപുരുഷൻ പറഞ്ഞു, വിഷമിക്കേണ്ട. നോക്കണം, ഒരു ദേശം വിശുദ്ധീകരിക്കുകയാണ്. ഒരു ദേശത്തെ വിശുദ്ധീകരിക്കാനുള്ള അധികാരം ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവം തൻ്റെ ദൈവ മക്കൾക്ക് നൽകുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
അദ്ദേഹം പറഞ്ഞു ഒരു പാത്രം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. പാത്രത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞു. ചിലരൊക്കെ ഇവിടെ ഉപ്പ്, വെള്ളം, എണ്ണ, മണ്ണ് ഇതൊക്കെ കൊണ്ടുവരുമ്പം ചില ആളുകൾ ഇവരുടെ പുരികം ഈ ക്വസ്റ്റ്യൻ മാർക്ക് പോലെ ആകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതിനകത്ത് വല്ല കാര്യമുണ്ടോ? ഉണ്ട്. വെഞ്ചരിപ്പിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എലീഷ പറഞ്ഞു ഒരു പാത്രത്തിൽ ഉപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു. ഇത് കൊണ്ടുവന്നു. ഈ ഉപ്പ് വെഞ്ചരിച്ച് ആശീർവദിച്ചു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. ദൈവമായ കർത്താവിൻ്റെ ദൂത് പറഞ്ഞു, ഞാൻ ഇതാ ഈ വെള്ളം ശുദ്ധീകരിക്കുന്നു. ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണമാവില്ല. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഞാൻ ഹോളി ലാൻഡിൽ പോയപ്പോൾ ജെറിക്കോയിൽ പോയി പ്രത്യേകിച്ച് ഒരു ജ്യൂസ് കുടിച്ച് തുറക്കുന്നു. ഒരു മാതളം. നമ്മുടെ കൂട്ടി ഇങ്ങനെ നാരങ്ങ കണക്കുള്ള മാതളമല്ല, മുഴുത്ത മാതളം. അത് ഒരെണ്ണം പിഴിഞ്ഞാൽ 2-3 ജ്യൂസിനുണ്ട്. അതുപോലെ വലിയ മാതളം അതങ്ങോട്ട് പിഴിഞ്ഞ് ഒരു ജ്യൂസ് കുടിച്ച് ഓർക്കുന്നുണ്ട്. ജെറിക്കോ ഒരു ഗതിയും പിടിക്കത്തില്ല എന്ന് എഴുതി തള്ളിയ ഒരു നാട്ടിൽ ഇന്ന് ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രൂട്ട്സ് കയറ്റി അയക്കുന്ന, ഇസ്രായേലിൽ നിന്ന് കയറ്റി അയക്കുന്ന നാടാണ് ജെറിക്കോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വചനം പഠിപ്പിക്കുന്നത് കെട്ടുകൾ വീഴും, പക്ഷേ ദൈവത്തിന് അത് അഴിച്ചു കളയാനുള്ള അധികാരമുണ്ട്. ഹല്ലേലൂയ. സ്നേഹത്തോടെ ഹല്ലേലൂയ. ഇതാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്. മറ്റൊരു ബൈബിളിലെ പഴയ നിയമത്തിൽ ഒരു സംഭവം കൂടെ കാണാം. 2 സാമുവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. ദാവീദ് എന്ന് പറയുന്ന ദൈവ പൈതൽ ഒരു ദേശത്തെ നോക്കി ഒരു ശാപം അങ്ങോട്ട് കൊടുത്തു. വായിക്കാമോ? 2 സാമുവേൽ 1:21. ഗിൽബ പർവ്വതങ്ങളെ. എന്തോ പർവ്വതം? ഗിൽബോവ പർവ്വതങ്ങളെ, നിങ്ങളിൽ മഞ്ഞോ മഴയോ പെയ്യാതിരിക്കട്ടെ. നിങ്ങളുടെ ദിനങ്ങൾ ഫലശൂന്യമാകട്ടെ. നിങ്ങളുടെ ദിനങ്ങൾ ഫലശൂന്യമാകട്ടെ. എന്നാൽ അവിടെയല്ലോ ശക്തന്മാരുടെ പരിച അവഹേളിക്കപ്പെട്ടത്. അവിടെയല്ലോ സാവൂളിന്റെ പരിച എണ്ണ പുരട്ടാതെ കിടന്നത്. നിഹിതന്മാരുടെ രക്തത്തിൽ നിന്നും ശക്തന്മാരുടെ മേധസ്സിൽ നിന്നും ജോനാഥന്റെ വില്ല് പിന്തിരിഞ്ഞില്ല. സാവൂളിന്റെ വാൾ വ്യഥ പിൻവാങ്ങിയില്ല. സാവൂളും ജോനാഥനും പ്രിയരും പ്രാണപ്രിയരും, ജീവിതത്തിലും മരണത്തിലും അവർ വേർപിരിഞ്ഞില്ല. അതായത് സാവൂൾ എന്ന് പറയുന്ന ദാവീദിന്റെ മുൻഗാമി കൊല്ലപ്പെട്ട മലയാണ്, കുന്നാണ് ഗിൽബോവ കുന്ന്. ഇപ്പൊ കർത്താവിന്റെ അഭിഷിക്തനായ സാവൂള് കൊല്ലപ്പെട്ടു. കർത്താവിന്റെ അഭിഷിക്തനായ സാവൂൾ കൊല്ലപ്പെട്ട സ്ഥലമാണ് ഗിൽബോവ കുന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ ഗിൽബോവ കുന്നിൽ എന്തോ സംഭവിച്ചെന്നറിയാമോ? സാവൂൾ കൊല്ലപ്പെട്ടത് കണ്ടിട്ട് വേദനയോടെ ഹൃദയം നുറുങ്ങി ദാവീദ് പറഞ്ഞു, ഇനിമേലാൽ ഈ ഗിൽബോവ കുന്നിൽ പുല്ലോ പൂച്ചെടിയോ ഒരു ഫലവൃക്ഷമോ ഉണ്ടാകാതിരിക്കട്ടെ. നിങ്ങൾക്കറിയാമോ, ഇന്നും നമ്മൾ അതുവഴി പോകുമ്പോൾ ഗൈഡ് നമ്മളുടെ അടുത്ത് കാണിച്ചു തരുന്ന, ഇസ്രായേൽ നാട്ടിലൂടെ പോകുമ്പോൾ ഗൈഡ് കാണിച്ചു തരുന്ന ഒരു കാര്യമാണ്, ഇതാണ് ദാവീദ് ശപിച്ച മൊട്ടക്കുന്നുകൾ. ഇന്നും ആ കുന്ന്, അതിൻ്റെ പരിസരത്തൊക്കെ വൃക്ഷങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഈ കുന്നുകൾ മാത്രം മുട്ടയടിച്ചിരിക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനൊരു സംഭവമുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, പ്രഭാഷകന്റെ പുസ്തകം 4-ാം അധ്യായം 5-6 വാക്യങ്ങൾ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അറിയാതെ അദൃശ്യ ചരടുകൾ വീഴാനുള്ള കാര്യം, ഇത് ശ്രദ്ധിച്ചോണം, ഈ വചനമാണ്. ആവശ്യക്കാരിൽ നിന്ന് കണ്ണു തിരിക്കരുത്, നിന്നെ ശപിക്കാൻ ആർക്കും ഇട നൽകുകയും. നിന്നെ ശപിക്കാൻ ആർക്കും ഇട നൽകരുത്. ശ്രദ്ധിച്ചേ, നിന്നെ ശപിക്കാൻ മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് നിന്നെ ശപിക്കാൻ ആർക്കും ഇട നൽകരുത്. അടുത്ത വചനം, എന്തെന്നാൽ മനം നൊന്ത് ശപിച്ചാൽ സ്രഷ്ടാവ് അത് കൈക്കൊള്ളും.
ഹല്ലേലൂയ. മനം നൊന്ത് ശപിച്ചാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും. കണ്ണു നിറഞ്ഞ് നെഞ്ച് നീറി വേദനയോടെ കലങ്ങി ഒരാൾ ഒരു ശാപം ഉച്ചരിച്ചുണ്ടല്ലോ, സൃഷ്ടാവ് അത് കൈക്കൊള്ളും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വന്തം കഴിവ് കൊണ്ട് നേടിയെടുത്ത കുറേ കെട്ടുകൾ കാണും. ഉള്ളൊരു പറ ഹല്ലേലൂയ. അപ്പോൾ അത് അഴിച്ചു കളയാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം അറിയാതെ നമ്മുടെ കൂട്ടുകാരാകാം, നമ്മൾ വേദനിപ്പിച്ചവരാകാം, നമ്മുടെ ബന്ധുക്കളാകാം, സ്വന്തക്കാരാകാം, മാതാപിതാക്കളാകാം, എന്തിനേറെ നമ്മളൊരു പക്ഷേ ജീവിത പങ്കാളി കൊണ്ടു നടന്ന ആളുകളൊക്കെ അറിയാതെ നമ്മൾ കേൾക്കാതെങ്കിലും പറഞ്ഞു കാണും, ഈ ഇതിയാനെ കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞ് നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, മനം നൊന്താണ് നമ്മളത് പറഞ്ഞെങ്കിൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും. അതാർക്ക് കെട്ടായി കിടക്കും, കെട്ടായി. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ ഇതുപോലുള്ള ആരാധനകൾക്ക്, ഇതുപോലുള്ള ദിവസങ്ങളിൽ നമ്മളെ കൊണ്ടുവരുന്നത് കർത്താവ്. എന്തിനാണെന്നറിയാമോ? നമ്മളറിയാത്ത അദൃശ്യ ചരടുകൾ അഴിഞ്ഞു പോകണം. നമ്മൾ ഞായറാഴ്ച പള്ളിയിൽ പോയാൽ നല്ലതാണ്, പ്രാർത്ഥിക്കും, കുർബാന കാണും, വിശുദ്ധ കുർബാന സ്വീകരിക്കും, കുമ്പസാരിക്കും, എല്ലാം നടക്കും. പക്ഷേ നാം അറിയാതെ പിന്നെയും എന്നിട്ടും ഒരു മേൽഗതി ഇല്ലാതെ കിടക്കും. അപ്പം അതറിഞ്ഞുകൊണ്ട് ഒരു വിടുതൽ പ്രാപിക്കാൻ ആഗ്രഹിച്ച് നമ്മൾ ഈ ആരാധനയെ സംബന്ധിക്കുകയാണ്. ഹല്ലേലൂയ. ഞങ്ങളെ ശപിക്കാൻ, ഞങ്ങളുടെ സ്വയംകൃത അനർത്ഥങ്ങൾ, ഞങ്ങൾ വരുത്തി വെച്ച വിനങ്ങൾ മൂലം കർത്താവെ മറ്റുള്ളവർ ഞങ്ങളെ നോക്കിയിട്ട് നീ ഗതി പിടിക്കുകയല്ലടാ, നീ നന്നാകാൻ പോകുന്നില്ലടാ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊരു പക്ഷേ അവർ മനസ്സ് നീറി പറഞ്ഞതാണെങ്കിൽ ദൈവമേ അങ്ങ് കേട്ടിട്ടുമുണ്ട്. ഞാൻ പിന്നെ തന്നെ കിടന്ന് വട്ടക്കൊട്ടയിൽ വെള്ളം കോരുക, വട്ടക്കൊട്ടയിൽ വെള്ളം കോരുക, എഴുതാക്കാൻ പറ്റുന്നില്ല. എന്തോരം അധ്വാനിച്ച്, കഴിവില്ലാഞ്ഞിട്ടാണോ, അറിവില്ലാഞ്ഞിട്ടാണോ, ബുദ്ധിയില്ലാഞ്ഞിട്ടാണോ? പക്ഷെ ഒരു സൈഡിൽ കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ വന്നിട്ട് പറയാം, എൻ്റെ അച്ഛാ ഞങ്ങൾ അധ്വാനിച്ച് 5 ലക്ഷം രൂപ അവരെ വീട് ഒന്ന് പുതുക്കാൻ വേണ്ടി കൊണ്ടാക്കി വെച്ചു. 2 ലക്ഷം കൊണ്ട് ഞങ്ങൾ പുതുക്കി തുടങ്ങി, ബാക്കി 3 ലക്ഷം ആശുപത്രിയിൽ പോയി. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ കിടന്ന് അധ്വാനിക്കും, പക്ഷേ നമ്മളിൽ നിന്ന് ഈ കൃപകൾ ഇതുണ്ടെന്ന് എങ്ങനെ മനസ്സിലാകുന്നേ? നന്നായി സന്തോഷിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ മനസ്സിൽ ഒരു ദുഃഖം ഇങ്ങനെ തളം കെട്ടിക്കിടക്കും. നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വഴക്കൊഴിച്ചിട്ട് നേരമില്ല, പൂര അടിയാണ്. നന്നായിട്ട് സ്നേഹിക്കണമെന്നുണ്ട്, പക്ഷെ എന്നുണ്ടെങ്കിൽ ആളടുത്തോട്ട് വരുമ്പോഴത്തേന് ഒരു വെറുപ്പ് ഇങ്ങനെ അങ്ങോട്ട് പൊങ്ങി വരികയാണ്. നന്നായിട്ട് പഠിക്കണമെന്നുണ്ട്, പക്ഷേ പരീക്ഷ വരുമ്പോൾ എന്താ കിടക്കുന്നു. നന്നായിട്ട് ജോലി ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഒരുതരം അപകർഷതാബോധമാണ്, കയറി വരാൻ പറ്റുന്നില്ല. ഇതിൻ്റെ പേരാണ് അദൃശ്യ ചരടുകൾ. ഇതിന് മറ്റൊരു പേരാണ് ശാപം, കെട്ട്. ഇത് കേൾക്കുമ്പോൾ അറിയോ എൻ്റെ അച്ഛാ ഇതൊന്നും പറഞ്ഞ് ആളുകളെ പേടിപ്പിക്കും, ശാപം, കെട്ട്, ഇതൊക്കെ ഉണ്ട്. പ്രിയപ്പെട്ടവർ, നിങ്ങൾ എന്നെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം ഇത് ദൈവജനം മോചിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവാത്മാവ് നമ്മളോട് പറയുന്ന കാര്യമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ശാപം, ഈ ദോഷം എങ്ങനെ മാറും? ഭൂമിയിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ഭൂമിക്ക് മീതെ ആകാശത്തിന് കീഴേ ഈ ശാപം മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഈ വാക്യം നമ്മൾ മറക്കരുത്. ഇത് ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കണം. ഈ വാക്യം ഗലാത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാം തിരുവചനമാണ്. ഈ വാക്യം നമ്മൾ ഉൾക്കൊള്ളണം. ഗലാത്യർ 3:13. ഇത് മനസ്സിൽ ആഴത്തിൽ പതിക്കേണ്ട ഒരു വചനമാണ്. ഈ വചനം വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഈ അവസ്ഥയിൽ നിന്നൊരു മോചനമുള്ളൂ. അതുകൊണ്ടാണ് ഈ വചനം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളൊന്ന് വായിക്കാൻ പോവുകയാണ്. ഗലാത്യർ 3:13. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. ആ വചനം ഒന്ന് ഏറ്റു പറയാമോ? ക്രിസ്തു, ഉറക്കെ പറഞ്ഞേ, ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു.
ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. ഹല്ലേലൂയ. കാരണം യഹൂദരുടെ ഇടയിൽ പറഞ്ഞ ഒരു വചനമാണ്, എന്താണെന്നറിയാമോ? മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവൻ. കാരണം അവന് ഈ ഭൂമിയിൽ ഒരു ഗതിയുമില്ലാത്തൊരു മരണമാണ്. കൈ അടിച്ച് തറച്ച് തൂക്കിയിട്ടിരിക്കുക. പുറംപോക്കിൽ ഇവനെ അടിച്ച് തറച്ച് കൈ തൂക്കിയിടുമ്പോൾ മലങ്കാക്കകൾ വന്ന്, കഴുകന്മാർ വന്ന് ഈ തലയിൽ ഇരുന്നിട്ട് ഈ കണ്ണുകൾ ജീവനോട് ഇത് കൊത്തിപ്പറിക്കുമ്പോൾ കൈ എടുത്തിട്ട് ഇതിനെ ആട്ടി ഓടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഗതികെട്ട അവസ്ഥ. ഇതിൽ പര ശപിക്കപ്പെട്ട അവസ്ഥയുണ്ട്. കാല് രണ്ടും അടിച്ച് തറച്ചിട്ടിരിക്കുക. ചെന്നായ്ക്കൾ, കുറുനരികൾ വന്നിട്ട് ഈ പുറംപോക്കിൽ നിന്ന് ഈ മനുഷ്യൻ്റെ അന്തി സമയത്ത് ഈ മനുഷ്യൻ്റെ മാംസം കടിച്ച് കീറി തിന്നുമ്പോൾ കാലെടുത്തൊന്ന് തൊഴിച്ചു മാറ്റാൻ പോലും പറ്റാത്ത വണ്ണം തറച്ചിട്ടിരിക്കുന്ന മനുഷ്യൻ. ഇങ്ങനെ ഗതികെട്ടൊരു മരണം വേറെയില്ല. പ്രിയപ്പെട്ടവരെ, ഇതാണ് ശാപം. അതുകൊണ്ടാണ് യഹൂദൻ പറഞ്ഞത്, പെർഷ്യക്കാരിൽ നിന്ന് കടമെടുത്ത കുരിശു മരണത്തെ നോക്കിയിട്ട് പറയുകയാണ്, മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവൻ. ബാക്കി എല്ലാവർക്കും സാമാന്യം ഒന്ന് കിടന്നെങ്കിലും ഒരു അടക്കമെങ്കിലും കിട്ടും. ഇതതുമില്ലാത്ത അവസ്ഥ. അടക്കാൻ ശരീരഭാഗം ഒന്നും കാണത്തില്ല. അങ്ങനെ രക്തം വാർന്ന് ഒരുപക്ഷെ എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1, 2, 3 ദിവസമൊക്കെ രക്തം വാർന്ന് കിടന്ന് മരിക്കാൻ ഇടവരുന്ന ഈ ജീവിതാവസ്ഥ നോക്കിയിട്ട് യഹൂദൻ പറയാണ്, ഇതാണ് ശാപം. ക്രിസ്തു നമ്മെ പ്രതി അവൻ പാപം ചെയ്തിട്ടല്ല, നാം അനുഭവിക്കുന്ന പാപത്തിൻ്റെ കാരണമായി ക്രിസ്തു ശപിക്കപ്പെട്ടവനായി തീർന്നു. കാരണം അടുത്ത വചനം വായിക്കാമോ? മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നു. മരത്തിൽ തൂക്കപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നു. അബ്രഹത്തിന് ലഭിച്ച അനുഗ്രഹം യേശു ക്രിസ്തു വഴി വിജാതിയരിലേക്കും വ്യാപിക്കേണ്ടതിനും ആത്മാവിന്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടി, അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി, അബ്രഹാമിന് കൊടുത്ത നീ ഭൂമി മുഴുവനും അവകാശമാക്കുമെന്ന അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി ക്രിസ്തു എന്നെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നു. ഇപ്പോഴും ഈ വാഗ്ദാനം എനിക്കില്ല. ഈ ഭൂമി എൻ്റെ കൈവശമല്ല, എൻ്റെ ഭൂമി ഉള്ളതൂടെ പോവുക. ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനം നമ്മുടെ മേൽ കിടപ്പുണ്ട്. ഈ വാഗ്ദാനം നമുക്കുണ്ടാകണമെന്ന് ആഗ്രഹിച്ച് ക്രിസ്തു നമുക്ക് വേണ്ടി ശപിക്കപ്പെട്ടവനായി തീർന്നു. അങ്ങനെ നിയമത്തിൻ്റെ മേലുള്ള ശാപം കൊണ്ട് കഴിഞ്ഞ നമ്മളെ അവൻ സ്വതന്ത്രമാക്കി. വചനം ഒന്നുകൂടെ പറയാം, ഗലാത്യർ 3:13 മറക്കരുത്. ക്രിസ്തു, ഉറക്കെ പറഞ്ഞേ, ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പ്രിയപ്പെട്ടവരെ വിശ്വസിക്കണം. കാരണം നമുക്കറിയാം, നമ്മളെ കെട്ടിയിട്ടിരിക്കുന്ന ഈ അദൃശ്യ ചരടുകളുടെ പിന്നിൽ ഒരു ശക്തിയുണ്ട്. അത് വെറും ശക്തിയല്ല, ഒരു വ്യക്തിയാണ്. അവൻ്റെ പേരാണ് പിശാച്. നമ്മൾ പലരും ചിന്തിച്ചേക്കുന്നത് ഇതൊരു ശക്തി, ഒരു നെഗറ്റീവ് എനർജിയാണ്. അല്ല, ഇത് വെറും ഒരു ഊർജമല്ല, ഇതൊരു വ്യക്തിയാണ്. വ്യക്തമായ ചിന്താഗതികളോടുകൂടി ക്രിസ്തുവിൻ്റെ പ്രോജക്റ്റിന് തുരങ്കം വെക്കുന്ന സാത്താൻ, അവൻ ഒരു ബീയിങ് ആണ് എന്ന് പറഞ്ഞാൽ അവനൊരു ജീവിയാണ്. ബൈബിൾ പഠിപ്പിക്കുന്നതാണ്, ക്രിസ്തുവിൻ്റെ മതബോധനം പഠിപ്പിക്കുന്നതാണ്, കത്തോലിക്ക സഭയുടെ മതബോധനം പഠിപ്പിക്കുന്നതാണ്. ഇതൊരു വ്യക്തി കണക്കെ ഒരു ജീവിയാണ്, കർത്താവിൻ്റെ ഒരു സൃഷ്ടിയാണ്, വീണുപോയ മാലാഖയാണ്. ദൈവം പിശാചിനെ സൃഷ്ടിച്ചില്ല, പക്ഷേ ഈ മാലാഖയെ സൃഷ്ടിച്ചു, പക്ഷെ മാലാഖ വീണുപോയി. അതുകൊണ്ട് തന്നെ ഇതൊരു ശക്തിയാണ് എന്ന് കരുതിക്കൊണ്ട് ഇരുട്ട് കണക്കെ ഒരു ശക്തി, പ്രകാശം വരുമ്പോൾ ഇരുട്ട് പൊക്കോളൂ, അങ്ങനല്ല. നമ്മുടെ മേൽ എന്നേക്കുമായി സ്വാധീനം ചെലുത്താൻ വേണ്ടി അദൃശ്യ ചരടുകൾ കൊണ്ട്, കെട്ടുകൾ കൊണ്ട് നമ്മളെ പ്രിയപ്പെട്ടവരെ ബന്ധിച്ചിട്ടിരിക്കാൻ ഇവന് വ്യക്തമായ നിലപാടുകളുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഡെലിവറൻസ് ശുശ്രൂഷകൾ വേണമെന്ന് പറയും. ഇത് മരുന്നുകൊണ്ട് തീരുന്ന കേസല്ല. ഒരിക്കൽ ഒരു പയ്യൻ,
അവന് സെഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനിക്കാൻ പോയ കാര്യം ഓർക്കുന്നു. അവന് കല്യാണം കഴിഞ്ഞു, 7 വർഷത്തോളമായി, മക്കളില്ല. അപ്പോൾ അവനും ഭാര്യയും കൂടെ വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ കൗൺസിലിംഗ് നടത്തിയപ്പോൾ ഒരു ബ്രദർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അതെ, ഒരു മധ്യവയസ്കനെ കാണിക്കുന്നുണ്ട് മോനെ, ആൾ കണ്ണ് നിറഞ്ഞ് നിൽക്കുന്നതായിട്ടാണല്ലോ. അപ്പോൾ ഈ രൂപവും പ്രകൃതവും ഒക്കെ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അതെൻ്റെ പപ്പ എന്ന്. അപ്പോൾ ചോദിച്ചു, അപ്പനെ കണ്ണീര് വീഴ്ത്തിയ അതിൽ സംഭവം ഉണ്ടോ എന്ന്. അവൻ പറഞ്ഞേ അങ്ങനെ ഒന്നുമില്ല, പപ്പ എനിക്കിഷ്ടമാണ്, പപ്പായോട് കുഴപ്പമൊന്നുമില്ല. ഇല്ല, എന്നാലും. അപ്പോഴാണ് അവൻ ആ സംഭവം കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തത്. പ്രിയപ്പെട്ട ഒരു കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിച്ച് ഓരോ സംഭവവും വെളിപ്പെടുത്തി, മക്കളെ ഈ സംഭവം ഏറ്റുപറ, ഈ സംഭവം കുമ്പസാരത്തിൽ ഏറ്റുപറ, മോചിക്കപ്പെടണം. അപ്പോൾ ഇവന് അത് ഓർത്തു. അവൻ പറഞ്ഞു, അയ്യോ ഓർമ്മയുണ്ട്, എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞങ്ങൾ 4 പെൺമക്കളും ഞാനൊരാണും 5 മക്കളാണെന്ന് പറഞ്ഞു. എൻ്റെ ചേച്ചിമാരെല്ലാം കഷ്ടപ്പെട്ട് അപ്പച്ചനിങ്ങനെ ഒരു പലചരക്ക് കടയും കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ച് അതിനെ ഒന്ന് വളർത്തിക്കൊണ്ട് വരികയാണ്. അവരെല്ലാം കെട്ടിച്ചൊക്കെ വിട്ടു. ആ സമയത്ത് ഞാൻ കോളേജിൽ പഠിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ അപ്പനോട് പറഞ്ഞു, അപ്പ എനിക്കൊരു ബൈക്ക് വാങ്ങിച്ചു തരണം. അപ്പൻ വല്ലാതെ കഷ്ടപ്പെട്ട് ലോൺ എടുത്ത് എല്ലാത്തിനെയൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് മോൻ വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു ബൈക്ക് വേണം. അപ്പം പറഞ്ഞു, മനേടാ നിനക്ക് ബൈക്കൊക്കെ വാങ്ങിച്ചു തരാം, പക്ഷേ ഇപ്പോഴെന്നോട് നീ ഒന്നും ചോദിക്കൽ, ഞാനൊന്ന് നേരെ നിൽക്കട്ടാ, നീ എല്ലാം കാണുന്നില്ലയോടാ ഇത്. അവൻ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും അവൻ്റെ കൂട്ടുകാരൊക്കെ കോളേജിൽ ബൈക്ക് കൊണ്ട് നടക്കുന്നത് കണ്ടിട്ട് അപ്പനോട് ചെന്നു, അപ്പം എനിക്ക് ബൈക്ക് വേണമെന്ന്. അപ്പനങ്ങോട്ട് ദേഷ്യം വന്നു. അപ്പം പറഞ്ഞു, നിന്നോടല്ലടാ പറഞ്ഞേ, എനിക്കിപ്പോൾ സൗകര്യമില്ല. പ്രിയപ്പെട്ടവരെ, ഇവൻ ഈ അപ്പനെ നോക്കി പറഞ്ഞ, അതേ മക്കളെ പന്നിയെ പെറ്റുകൂട്ടുന്നതാണെങ്കിൽ പെറ്റുകൂട്ടിയിട്ടൊന്നും കാര്യമില്ല, പോറ്റാനൂടെ പറ്റുമോ നോക്കണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഈ അപ്പൻ കണ്ണ് നിറഞ്ഞ് പൊന്നുപോലെ വളർത്തിക്കൊണ്ട് വന്നൊരു മോനാ. കണ്ണ് നിറഞ്ഞിട്ട് പറഞ്ഞു, അതെടാ മോനെ, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. ഇതുപോലെ നിനക്ക് വരാതിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, കല്യാണം കഴിഞ്ഞ് 7 വർഷമായി ധ്യാനകേന്ദ്രം കയറി നടക്കുക. മക്കളെ, ഇതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, കാലങ്ങൾ കഴിഞ്ഞാലും കിടക്കുന്ന ചില കണ്ണുനീരുണ്ട്. ഇതാണ് നമ്മൾ വായിച്ചത്. മനസ്സ് നുറുങ്ങി ആരെങ്കിലും ശപിക്കാൻ ഇടവന്നാൽ സൃഷ്ടാവ് അത് കൈക്കൊള്ളും. ഹല്ലേലൂയ. സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇതിനെ അഴിച്ചു കളയാനുള്ള സ്വർഗത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മൾ ഏറ്റുപറയണം. You have to proclaim it, declare it. You have to announce it. യേശു ക്രിസ്തു തൻ്റെ കുരിശുമരണത്താൽ നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിച്ചു. ഇത് നമ്മൾ പറയണം, നാവ് കൊണ്ട് പറയണം. എങ്കിൽ മാത്രമേ മോചനം ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ദൈവം ഈ തിന്മയുടെ അതിപ്രസരമുള്ള ഈ ദേശത്തു നിന്ന്, അന്തരീക്ഷത്തിൽ നിന്ന് നമ്മളെ സ്വതന്ത്രമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാ വീട്ടിലും നോക്കുമ്പോൾ ഒരു എഴുന്നേൽപ്പില്ലാത്ത അവസ്ഥയൊക്കെ കാണുന്നുണ്ടെങ്കിൽ, നമ്മുടെ പരിസരം, നമ്മുടെ വീട്, നമ്മുടെ പ്രിയപ്പെട്ടവർ, എനിക്കറിയാവുന്ന ഒരു കുടുംബം അറിയാം, അവർ എത്രയോ വർഷങ്ങളായിട്ട് വാടക വീട്ടിലാണ് കഴിയുന്നത്. അവർക്ക് ഒരു സഹോദരങ്ങളെല്ലാം കൂടെ എനിക്ക് തോന്നുന്നു 7-8 പേരുണ്ട്. ആ കുടുംബത്തിലുള്ള എല്ലാവരും, ആർക്കും ഒരു തുണ്ട് മണ്ണിൽ, ഒരാൾക്കെങ്ങാണ്ട് ഒരു 3 സെൻറ്റ് സ്ഥലം എങ്ങാണ്ടുണ്ട്, ഒരു ചെറിയ വീട്, വാല് പോലൊരു വീട്. ബാക്കി ആർക്കും വീടില്ല, മണ്ണില്ല. ഞാൻ അവരോട് പറഞ്ഞു, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്ന് അഴിച്ചു കളയാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, അവരൊന്നിച്ച് ചേർന്ന് കാരണം പ്രാർത്ഥിക്കാൻ പല സ്ഥലം വീടുകളിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാമെന്നൊക്കെ കുറച്ച് പേരൊക്കെ മുന്നോട്ട് വന്നു. ചുരുക്കം പറഞ്ഞാൽ അങ്ങിങ്ങായിട്ട് ആളുകൾക്കൊക്കെ മണ്ണ് വാഴാൻ തുടങ്ങി. ചിലരൊക്കെ മണ്ണ് ചവിട്ടിയ കാല് പൊള്ളും. നാം അറിയാതെ കിടക്കുന്ന ഈ അദൃശ്യ ലോകത്തെക്കുറിച്ച് നമുക്കൊരറിവ് വേണം, ഒരു പരിജ്ഞാനം വേണം.
ഞാൻ നിങ്ങളെ ഭയപ്പെടുത്താനല്ല. അത് ചില സ്ഥലങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടി നിശ്ചയിച്ചു തന്നിരിക്കുന്ന ചില വിടുതലിൻ്റെ ശക്തിയാണ്. അത് നമ്മൾ നേടിയെടുക്കണം. യേശു ക്രിസ്തുവിൽ അല്ലാതെ മറ്റെങ്ങും പ്രിയപ്പെട്ടവരെ ഇതിനകത്ത് ഒരു പരിഹാരം ഇല്ല. അത് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഇപ്പം നമുക്കറിയാം, നമുക്ക് നമ്മുടെ പരിസരത്ത് മുഴുവനും തിന്മ നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ആരെങ്കിലും പറയുമോ ഈ ബൈബിൾ വായിക്ക്, പള്ളി വാ, അനുഗ്രഹം പ്രാപിക്കും? കഴിഞ്ഞ ദിവസം ഒരു മൊബൈലിൻ്റെ പരസ്യം ഇങ്ങനെ കണ്ട, രാത്രി നെറ്റ്വർക്ക്, രാത്രി 12 മണി മുതൽ 5 മണി വരെ ഫ്രീ ടൈം ആളെ വിളിക്കും. പണ്ട് വന്ന ഫ്രീ ടൈം, ആരെ വേണമെങ്കിലും കാമുകിമാരെ വിളിക്കാൻ 12 മണി മുതൽ 5 മണി വരെ ഫ്രീ. എന്നാൽ ഏതെങ്കിലും മൊബൈൽ കമ്പനിമാർ പറയുമോ നിങ്ങൾ ബൈബിൾ വായിക്കൂ, അനുഗ്രഹം പ്രാപിക്കും, നിങ്ങൾ പള്ളിയിൽ വരൂ, നിങ്ങൾ അനുഗ്രഹം ഏതെങ്കിലും പറയൂ? ഈ ലോകം മുഴുവൻ തിന്മയുടെ അതിപ്രസരത്തിലാണ്, പിശാചിൻ്റെ കസ്റ്റഡിയിലാണ്. അതുകൊണ്ടാണ് പത്രോസിലേക്ക് പറയുന്നത് ഈ ലോകം മുഴുവൻ അവൻ്റെ കസ്റ്റഡിയിലാണ്, പിശാചിൻ്റെ പരിധിയിലാണ്. അവനാ നിശ്ചയിക്കുന്ന കാര്യങ്ങൾ. അതിനിടയിൽ ദൈവമക്കളൊന്ന് എഴുന്നേൽക്കണമെങ്കിൽ, ഗതി പിടിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ്റെ തല തകർക്കുന്ന ക്രിസ്തുവിൽ മാത്രമല്ലാതെ മറ്റെങ്ങും ഒരു വിടുതലില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് വി ഹാവ് ടു പ്രൊക്ലൈം ഇറ്റ്. യേശു ക്രിസ്തുവിനെ നമ്മൾ ഉയർത്തണം. ഈ പിശാചിൻ്റെ ഈ അരൂപിയുടെ പലവിധമായ രൂപഭേദങ്ങളുണ്ട്. ഈ അരൂപിയെക്കുറിച്ച് ഈ നമ്മെ അടിപ്പെടുത്തുന്ന, വിനാശത്തിന് കാരണമാക്കുന്ന ഈ അദൃശ്യമായ അരൂപികളെ കുറിച്ച് നമുക്കൊരറിവ് വേണം. നമ്മൾ ഒരിക്കൽ ഒരു ചേട്ടൻ എന്നോട് പറയാം, അച്ഛാ ഞാൻ ഉള്ള കാര്യം വെള്ളം അടിക്കും കേട്ടോ, വെള്ളം അടിക്കും. ഞാൻ പറഞ്ഞു, കർത്താവ് പറഞ്ഞിട്ടുണ്ട് മദ്യപത്തിൽ ദുരാസക്തി ഉണ്ട്, അല്ലയോ? മദ്യപാനം അതിൽ ദുരാസക്തി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മദ്യപിച്ച് ഉന്മത്തരാവരുത്, അതാണ് വചനം പറഞ്ഞത്. അപ്പോൾ ചോദിച്ചാൽ ഞാൻ കുറച്ചൊക്കെ കഴിക്കാം, അല്ലേ ചാണോ? ബൈബിൾ പറഞ്ഞിരിക്കുന്നതാണ് മദ്യപിച്ച് ഉന്മത്തരാവരുത്, അതിൽ ദുരാസക്തിയുണ്ട്, എല്ലാവിധം ആസക്തികൾ. ഈ ആസക്തി എന്ന് പറയുന്നത് ഇതൊരു സ്പിരിറ്റാണ്. മദ്യം ഒരു സ്പിരിറ്റാണ്. അത് കൂടാതെ ഇതൊരു അരൂപിയാണ്. ഇതിനെക്കുറിച്ച് എവിടെ പറയുന്നേ? ബൈബിളിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പം ഈ സെഫാനിയയുടെ പുസ്തകം 1-ാം അധ്യായം 12-ാം തിരുവചനം ഒന്ന് വായിക്കാം. സെഫാനിയയുടെ പുസ്തകം 1:12. അതായത് മദ്യത്തിൻ്റെ ഒരു സ്പിരിറ്റാണെന്നാണ് പറയുന്നത്. ഞാൻ വിചാരിച്ചു, ഒരിക്കൽ ഒരു ചേട്ടൻ, പെൻസിൽ പോലിരിക്കുന്ന ഒരു ചേട്ടൻ, അദ്ദേഹത്തിൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത്, അദ്ദേഹം വൈകുന്നേരമാകുമ്പോൾ ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ മുൻപിലേക്ക് വരും. അദ്ദേഹത്തിൻ്റെ ചെറിയൊരു വഴിയാണ്, അവിടെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, അതിൻ്റെ മുമ്പിൽ ടാറിട്ട റോഡാണ്. ആ റോഡിൻ്റെ ഇരിക്കും. എന്നിട്ടൊരു 3 കുപ്പി ഇങ്ങനെ നിരത്തി വെക്കും. എന്നിട്ട് ഈ 3 കുപ്പിയും വെളുക്ക വരെ ഇരുന്ന് തീർക്കും. അദ്ദേഹം ജ്ഞാനത്തിലേക്കും ബോധത്തിലേക്കും ദൈവത്തിൻ്റെ വചനത്തിലേക്കും സത്യത്തിലേക്കും തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, എൻ്റെ അച്ഛാ സത്യമായിട്ട് ഉറപ്പാണ് ഇത് ഞാനല്ല കുടിച്ചത്, ഈ 3 കുപ്പിയൊക്കെ എനിക്ക് കുടിക്കാൻ പറ്റത്തില്ല അച്ഛാ, ഈ ശരീരത്തിൽ ഇതൊക്കെ എങ്ങനെ, ഇത് ഞാനല്ല അച്ഛാ കുടിച്ചതെന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് സെഫാനിയ വായിക്കാമോ? 1:12 വാക്യം. അന്ന് ഞാൻ ജെറുസലേമിനെ വിളക്കുമായി വന്ന് പരിശോധിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവ് വിളക്കുമായിട്ട് വന്ന് പരിശോധിക്കുമെന്ന് പറയുന്ന ഒരു തിന്മയും ബൈബിളിലുള്ളൂ. ബാക്കി എല്ലാ തിന്മകളും നോക്കിയിട്ട് പറയും അടികിട്ടുവേ എന്ന് പറയുന്നു. ശരിയല്ലേ മക്കളെ, രക്ഷപ്പെടണേ, മാറണേ എന്ന് ഉപദേശിക്കും. പക്ഷേ ഈ മദ്യമെന്ന് പറയുന്ന തിന്മയിൽ കഴിയുന്ന ആളുകളുടെ അടുത്ത കർത്താവ് വിളക്കുമായിട്ട് വന്നിട്ട് ബോധമില്ലാതെ കിടക്കുന്നവൻ്റെ മുന്നിക്കോട്ട് കൊണ്ടുവന്ന് ഇത് വിളക്ക് കൊണ്ട് കാണിച്ചിട്ട്, നിൻ്റെ മുഖം എനിക്ക് പരിചയമായി, അടുത്ത മുഖം, നിൻ്റെ മുഖം, മുഖം
സ്ത്രീകളുടെ ഇടയിൽ വരും. എന്നിട്ട് ഇങ്ങനെ മുഖം ഇങ്ങനെ നോക്കും. മുഖം കർത്താവിനും മുഖം പരിചയമായി വിളക്കുമായി വന്ന് പരിശോധിക്കും. അടുത്ത വചനമോ? കർത്താവ് നന്മയോ തിന്മയോ ചെയ്യുകയില്ല എന്ന് ആത്മഗതം ചെയ്ത് വീഞ്ഞിന്റെ മട്ടിൽ കിടന്ന് ചീർക്കുന്നവരെ ഞാൻ ശിക്ഷിക്കും. വീഞ്ഞിന്റെ മട്ടിൽ കിടന്ന് ചീർക്കുന്നവരെ ഞാൻ ശിക്ഷിക്കും. കർത്താവ് പറയാണ്, ഈ കർത്താവ് നന്മയോ തിന്മയോ ചെയ്യത്തില്ല. കർത്താവ് തന്നെ കാനായിൽ വെച്ച് വീഞ്ഞൊക്കെ ഉണ്ടാക്കി കൊടുത്ത കർത്താവിന് അറിയത്തില്ല ഇതൊക്കെ. എന്തും കരുതി ഒരു കുഴപ്പമില്ല എന്ന് കരുതി ജീവിക്കുന്നവരെ കർത്താവ് പറയാണ്, ഞാൻ വിളക്കുമായിട്ട് വന്ന് പരിശോധിക്കുക. എന്ന് പറഞ്ഞാൽ നിന്റെ മുഖം ഞാൻ മറക്കുകയല്ല. ഹല്ലേലൂയാ, എൻ്റെ ദൈവമേ, ഹല്ലേലൂയാ, കർത്താവേ, ഹല്ലേലൂയാ. വിളക്കുമായിട്ട് വന്ന് പരിശോധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ അരൂപിയുടെ പ്രത്യേകത എന്താണെന്ന് സുഭാഷിതങ്ങളുടെ പുസ്തകം 23-ാം അധ്യായത്തെ പറയുന്നുണ്ട്. ഈ സ്പിരിറ്റിൻ്റെ പ്രത്യേകത 23-ാം അധ്യായത്തിൻ്റെ 29 മുതലുള്ള വാക്യങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. ഞാൻ പെട്ടെന്ന് പറയാം. ആദ്യമേ 29-ാം വാക്യം ഒന്ന് വായിച്ചു. സുഭാഷിതങ്ങൾ 23-29. വീഞ്ഞു കുടിച്ച് സമയം പോക്കുന്നവർക്കും വീഞ്ഞു കലർത്തി രുചി പരീക്ഷിക്കുന്നവർക്കും തന്നെ. എന്നിട്ട് പറയുകയാണ്, അത് പാമ്പിനെ പോലെ കടിക്കുകയും അണലിയെ പോലെ കൊത്തുകയും ചെയ്യും. അപ്പോൾ നീ വിചിത്ര കാഴ്ചകൾ കാണും. ഈ സ്പിരിറ്റ് കയറുമ്പോഴുള്ള പ്രത്യേകതകളാണ്. ഈ സ്പിരിറ്റ് അറ്റാക്ക് ചെയ്യുമ്പോൾ പാമ്പിനെ പോലെ കടിക്കും, അണലിയെ പോലെ കൊത്തും എന്ന് പറഞ്ഞാൽ മുറിവേൽപ്പിക്കുന്നു, പരിക്കേൽപ്പിക്കുന്നു. എത്ര വീട്ടിലാണ് പരിക്കും മുറിവുകളുമായിട്ട് കഴിയുക? വീണ്ടും അപ്പോൾ നീ വിചിത്ര കാഴ്ചകൾ കാണും, വികടത്വം ജൽപ്പിക്കും. എന്നാ പറയുന്നതെന്ന് ഒരു ബോധവുമില്ല. വീണ്ടും നീ നടുക്കടലിൽ അകപ്പെട്ടവനെ പോലെയും ആയിത്തീരും. നീ പറയും, അവർ എന്നെ അടിച്ചു, എനിക്ക് വേദനിച്ചില്ല, എപ്പോഴാണ് ഞാൻ ഉണരുന്നത്? ഞാൻ ഇനിയും കുടിക്കും. ഇങ്ങനെ ഒരു സ്പിരിറ്റ് വർക്ക് ചെയ്യും. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ ഞാൻ ഒരുപാട് ഈ അരൂപികളെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. വന്നി റമ്പാച്ചൻ 4000-ൽ പരം അരൂപികളെ മനസ്സിലാക്കിയിട്ടുണ്ട്. 4000-ൽ പരം ഈ സ്പിരിറ്റുകളുണ്ട്. ഇത് നമ്മളെ പിടികൂടി നമ്മുടെ അന്തരീക്ഷം തിന്മയുടെ അതിപ്രസരം കൊണ്ട് നിറച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവർ എഴുന്നേൽപ്പുണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ വിടുതൽ ശുശ്രൂഷ അനിവാര്യമാണെന്ന് പറയും. ഈശോ 12 പേരെ തിരഞ്ഞെടുത്തിട്ട് ആദ്യമേ അവർക്ക് കൊടുത്തത്, കൈവപ്പ് കൊടുത്തിട്ട് ആദ്യമേ കൊടുത്ത അധികാരം ഏതാണെന്നറിയാവോ? സകല പിശാചുക്കളുടെ മേൽ അധികാരം കൊടുത്തു. സകല പിശാചുക്കളുടെ മേൽ. എന്നിട്ടാ പറഞ്ഞ പോയി പ്രസംഗിക്ക്, രോഗികളെ സുഖപ്പെടുത്തുക. ആദ്യമേ കൊടുത്ത അധികാരം എന്താണെന്നറിയാവോ? കർത്താവിനറിയാം ദൈവരാജ്യം വളരാത്തത്, ഒരു കുടുംബം വളരാത്തത്, ഒരു വ്യക്തി എഴുന്നേൽക്കാത്തതിന്റെ കാര്യം ഈ കെട്ടാണ്. അതിനാൽ പ്രിയപ്പെട്ടവർ, ഇത് അഴിച്ചു കളയാനുള്ള ദൈവത്തിൻ്റെ ശുശ്രൂഷയാണ് നമ്മളിവിടെ ഒരുക്കുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വ്യഭിചാരത്തിൻ്റെ ഹോസിയ 5:4 വാക്യം. ഹോസിയ 5:4. ഈ സ്പിരിറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? പിന്നീട് പ്രാർത്ഥിക്കാൻ പറ്റാതാവും, പള്ളിയിൽ പോകാൻ താല്പര്യമില്ലാതാവും. നല്ല ആളാണ്, ആളുകൾക്കെല്ലാം ഉപകാരം ചെയ്യും, ആളുകൾക്കെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. പക്ഷേ ഈ സ്പിരിറ്റ് വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ ദൈവിക പ്രാർത്ഥനയ്ക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു താല്പര്യം, ബൈബിള് തുറന്നാൽ മതി അന്നേരം ഉറങ്ങിപ്പോകും. അല്ലേ? ഞാൻ പറഞ്ഞില്ല, സിനിമയൊക്കെ 2 മണി രാത്രി 2 മണിക്കാണ് നെറ്റ്ഫ്ലിക്സ്, അല്ലേ? നെറ്റ്ഫ്ലിക്സോ ഇങ്ങനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ സ്പിരിറ്റ് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നീട് ദൈവിക അന്ന് വായിക്കാമോ? ഹോസിയ 5:4. ഹോസിയയുടെ പുസ്തകം 5-ാം അധ്യായം 4-ാം വാക്യം. അടുത്തേക്ക് തിരികെ പോകുവാൻ, തങ്ങളുടെ ദൈവത്തിന്റെ അടുത്തേക്ക് തിരികെ പോകുവാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ കുടികൊള്ളുന്നു. അവർ കർത്താവിനെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, ഈ ദുർഭൂതം പിടികൊണ്ടു കഴിഞ്ഞാൽ ഇതൊരു ഭൂതമാണ്, സ്പിരിറ്റാണ്, അരൂപിയാണ്. ഇതുപോലെ കിംവദന്തിയുടെ ഒരു അരൂപിയുണ്ട്. കിംവദന്തി ബൈബിൾ പറഞ്ഞിരിക്കുകയാണ്. 2 രാജാക്കന്മാർ 19:7 വാക്യത്തിൽ പറയുന്നത് കിംവദന്തി കേട്ടിട്ടുണ്ടോ? അതായത് ഇവിടെ ഇങ്ങനെ കേട്ടത് പൊടിപ്പും തൊങ്ങലും പിന്നെ അതിൻ്റെ കൂടെ മസാലയും കൂടെ ഒക്കെ ഇട്ട്
അപ്പം ഡേ കേട്ടോടി, നീ കേട്ടില്ലയോ? ഇല്ലടി. എടി നീ ഇവിടെ ഉള്ളടി, ഇനിയും കേൾക്കാൻ പാടി ഇരുന്നാട്ട്. കേൾക്കട്ടടി. ഇതാണ് എന്ത് കിംവദന്തിയുടെ ആത്മാവ്. അത് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു എന്താണെന്നറിയത്തില്ല, ഒരു ഭയങ്കര ക്ഷീണമാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ ആട്ടിസൂപ്പ് കുടിച്ച സുഖമാണ്. ഇത് ഇങ്ങനൊരു സ്പിരിറ്റ്, ആ സ്പിരിറ്റിൻ്റെ പേരാണ്, അത് 2 രാജാക്കന്മാരുടെ പുസ്തകം 19:7 തിരുവചനം. ഞാൻ അവനിൽ ഒരു ആത്മാവിനെ നിവേശിപ്പിക്കും. ഞാൻ അവരിൽ ഒരു ആത്മാവിനെ നിവേശിപ്പിക്കും. ഒരു ആത്മാവ്, സ്പിരിറ്റാ. വായിച്ചേ. കിംവദന്തികൾ കേട്ട് അവൻ സ്വദേശത്തേക്ക് മടങ്ങും. കിംവദന്തികൾ കേട്ട് അവൻ സ്വദേശത്തേക്ക് മടങ്ങും. അതായത് വലിയ കാര്യത്തിൽ മുന്നേറിക്കൊണ്ടിരുന്ന ഒരു രാജാവാ. ആരോ വന്ന് ചെവിയിൽ എന്തോ പറഞ്ഞു കൊടുത്ത് അയാൾ പണി നിർത്തി, യുദ്ധവും നിർത്തി, തിരിച്ച് സ്വന്തം നാട്ടിലോട്ട് പോയി. അവിടെ ചെന്ന് മരിച്ചുപോയി. ഈ സ്പിരിറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ അങ്ങോട്ട് നന്നായിട്ട് ഇറങ്ങിത്തിരിക്കും. ഇത് കേട്ടതോടുകൂടി മനസ്സങ്ങിടിഞ്ഞ് പിന്നെ ഏതാണ്ട് അതോടുകൂടി തീർന്നു. പിന്നെ വെള്ളം കുടിക്കാൻ തോന്നുന്നില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതൊരു സ്പിരിറ്റാണ്. ഇനി മറ്റൊരു സ്പിരിറ്റ്, ഒരുപാട് സ്പിരിറ്റുകളുണ്ട്. സ്ത്രീകളുടെ ഇഷ്ടദേവനായ ഒരു സ്പിരിറ്റ്, അങ്ങനെ ഒരു സ്പിരിറ്റുണ്ട്. അതിതൊരു സ്പിരിറ്റ്. അതാണ് ദാനിയേലിൻ്റെ പുസ്തകം 11:37. ദാനിയേലിൻ്റെ പുസ്തകം 11:37. സ്ത്രീകളുടെ ഇഷ്ടദേവനായ ഒരു സ്പിരിറ്റുണ്ട്. ഇത് ചില ആമ്പിള്ളാരിൽ കയറും. അതുപോലെ തന്നെ പുരുഷന്മാരുടെ ഇഷ്ടദേവനായ ഒരു സ്പിരിറ്റ്, അത് ചില സ്ത്രീകളിൽ കയറും. ഒരിക്കലും ഒരു കൊച്ചു കുഞ്ഞിനെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി, ഈ കുഞ്ഞിൻ്റെ സന്ധിബന്ധങ്ങളെല്ലാം, ജോയിൻറ്റിനെല്ലാം ഭയങ്കര പെയിനാണ്. ആശുപത്രിയെല്ലാം കൊണ്ടുപോയി ഒരുപാട് സ്കാനിങ് നടത്തി, ഒരുപാട് ടെസ്റ്റ് നടത്തി. അവസാനം ബുദ്ധിയും ജ്ഞാനവുമുള്ള ഡോക്ടേഴ്സുണ്ട്. അതിലൊരു ഡോക്ടർ പറഞ്ഞു, അതെ, നിങ്ങളുടെ ഏതെങ്കിലും അച്ഛന്മാരെ കൊണ്ട് തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവർ, ഇതിനെ കൊണ്ടുവന്നപ്പോൾ ഈ സ്പിരിറ്റിനെ കുറിച്ചൊന്ന് പറയണമെന്ന് എൻ്റെ മനസ്സിലൊരു പ്രേരണ കിട്ടി. ഞാൻ ചോദിച്ചു, ഈ കുഞ്ഞിനെ ആരെങ്കിലും പരിചയക്കാരല്ലാത്ത ആരെങ്കിലും ആലിംഗനം ചെയ്യുകയോ എടുക്കുകയോ കൈ കോരി എടുക്കുകയോ എല്ലാം ചെയ്തായിരുന്നോ? കൊച്ചു മിടിക്കൊരു കൊച്ചാ, 6 7 കൊണ്ട് പഠിക്കുക. പ്രിയപ്പെട്ടവരെ, ആ കൊച്ചു പറഞ്ഞു, യുവജനോത്സവത്തിന് പോയപ്പോൾ ഒരു അങ്കിൾ എൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് വന്ന് എന്നെ കോരി എടുത്ത് ഓർക്കുന്നത്. അന്നോട്ട് ഈ കൊച്ചിന് രോഗമാണ്. അതിന് കാലിന് ബലമില്ല, കാലിന് വിറച്ച് ഇങ്ങനെ പോവുക. ബന്ധിച്ച് പ്രാർത്ഥിച്ചു, വിടുതലുണ്ടായി. നിങ്ങളിതൊന്നും വിശ്വസിക്കത്തില്ല, നിങ്ങളുടെ ഇരിപ്പ് കണ്ടാൽ എനിക്കറിയാം. പക്ഷേ ഇതൊക്കെ സത്യമാണ്. ഹല്ലേലൂയ. സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. സ്ത്രീകളുടെ ഇഷ്ടത ഒന്ന് വായിക്കാമോ? ദാനിയേലിൻ്റെ പുസ്തകം 11:37 തിരുവചനം. തന്റെ പിതാക്കന്മാരുടെ ദേവന്മാരെയോ സ്ത്രീകളുടെ ഇഷ്ടദേവനെയോ അവർ കൂട്ടാക്കുകയില്ല. സ്ത്രീകളുടെ ഇഷ്ടദേവൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇനി മറ്റൊരു സ്പിരിറ്റ് ഉണ്ട്, ആശയക്കുഴപ്പം, കൺഫ്യൂഷൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അങ്ങോട്ട് ഉറപ്പില്ല. വലിയ കാര്യത്തെ അങ്ങോട്ട് ചെയ്യുമ്പോൾ അയ്യോ ഇതെങ്ങാണം അടുത്തതിന് പോകും, വേറൊരു കോഴ്സിന് പോകും, വേറൊരു യൂണിവേഴ്സിറ്റി പോകും, വേറൊരു പഠിത്തം, വേറൊരു കല്യാണം. അയ്യോ ഈ കല്യാണം അല്ലായിരുന്നു വേണം, അയ്യോ ഇങ്ങനെ മനസ്സിനിട്ടിങ്ങനെ അലാഹപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു സ്പിരിറ്റ് ഉണ്ട്. അതാ ഇവിടെ പറഞ്ഞേക്കുന്നത്. സത്യമായിട്ട് ഈ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടുപിടിച്ചാൽ ഇത് ബൈബിളിൽ പറഞ്ഞ, ഈ ബൈബിളിൽ പ്രിയപ്പെട്ടവർ, ഇത് ചരിത്രം പറയുന്ന പുസ്തകമല്ല. ചരിത്രം പറയാനായിരുന്നെങ്കിൽ ഏതെങ്കിലും ചരിത്ര പുസ്തകത്തിൽ എഴുതിയാൽ മതിയായിരുന്നു. ഇത് നമ്മുടെ ദൂതാണ്, സന്ദേശമാണ്. ഇത് എനിക്കും നിനക്കുമുള്ള ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്വർഗത്തിന്റെ പദ്ധതിയാണ്. ഇതിനകത്ത് ഇത് എഴുതി വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇതിനെക്കുറിച്ച് അറിവുണ്ടാകാൻ വേണ്ടി, പരിജ്ഞാനം ഉണ്ടാകണം, ഇതിനെ ബന്ധിക്കണം. യേശുവിന്റെ നാമത്തിൽ ഈ അന്ധകാര സേനകളെ ആട്ടിപ്പായിക്കണം. ഇല്ലെങ്കിൽ എന്നും ഇങ്ങനെ കുനി പിടിച്ചിരിക്കേണ്ടി വരും. ഹല്ലേലൂയ. സ്നേഹത്തോട് പറ ഹല്ലേലൂയ. കൺഫ്യൂഷൻ. അത് യേശയ്യായുടെ പുസ്തകം 19-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ അത് പറയുന്നുണ്ട്. ഇങ്ങനൊരു സ്പിരിറ്റ്, ആശയക്കുഴപ്പം.
ഒന്നിനൊരു ഉറപ്പില്ല, മനസ്സിങ്ങനെ കിടന്ന് പിടയ്ക്കാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കണം. ഇല്ലെങ്കിൽ നമുക്കൊരു എഴുന്നേൽപ്പുണ്ടാവില്ല. വീണുപോകും, വാടി തളർന്നു കിടക്കും. വീണ്ടും നമുക്കെല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു ആത്മാവാണ് നുണയുടെ ദുരാത്മാവ്. നുണ എന്ന് പറഞ്ഞാൽ നാക്കെടുത്താൽ കള്ളത്തരേ പറയത്തുള്ളൂ. അങ്ങനെ ഒരു സ്പിരിറ്റുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് പിശാച് നുണയനും നുണയുടെ പിതാവുമാണ്. യോഹന്നാൻ 8:44 പറയാം, നുണയനും നുണയുടെ പിതാവ് എന്ന് പറഞ്ഞാൽ സത്യം അവനിലില്ല, സത്യം അവനിലില്ല. നമ്മൾ എത്ര ശ്രമിച്ച്, ചില പിള്ളേരെ എത്ര ശ്രമിച്ചിട്ട് മാറ്റാൻ പറ്റുന്നില്ല, പറഞ്ഞ് ഫലിപ്പിച്ച് കളയും. പ്രിയപ്പെട്ടവരെ, അതായത് കുഞ്ഞുങ്ങൾ പോലും അറിയത്തില്ല. ഒരു പയ്യനെ കൊണ്ടുവന്നു അങ്ങ് വേറൊരു ജില്ലയിൽ നിന്ന്. അവന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ മാതാപിതാക്കളൊക്കെ നല്ല നിലയും വിലയിലും, സഹോദരങ്ങളൊക്കെ നല്ല ഇളയ പയ്യനാണ്. അവന് വീട്ടിൽ നിന്ന് അമ്മയുടെ വള, അതുപോലെ തന്നെ വീട്ടിലെ മിക്സി, ഗ്രൈൻഡറിൻ്റെ സാധനങ്ങൾ, ഇതൊക്കെ ഇവൻ എങ്ങനെ ഇളക്കി ചാക്കിനകത്താക്കി കൂട്ടുകാരനുമായിട്ട് കൊണ്ടുപോയി വിൽക്കും. എന്നിട്ട് ഇവന് ഈ പൈസ ഉണ്ടാക്കുക. എന്നിട്ട് ഇവനോട് ചോദിക്കുക, ഇതൊക്കെ എവിടെ അവസാനമാണ് കണ്ടുപിടിക്കുന്നത്? ആൾ തന്നെയാണ് എൻ്റെ പിന്നിൽ. ഇവൻ അറിയുന്നില്ല എന്താ ചെയ്യുന്നത്. ഇവനോട് ഞാൻ ചോദിച്ചല്ലോ, പൊന്നുമോനെ നീ എനിക്കറിയത്തില്ല, ഞാനിത് കാണുമ്പോൾ അറിയാതെ അങ്ങോട്ട്. ഇപ്പോൾ ക്ലെപ്റ്റോമാനിയ എന്ന് പറഞ്ഞുകൊണ്ടൊരു സൈക്കോളജിക്കൽ വിഷയമുണ്ട്, ഒരു മനോരോഗ വിഷയമുണ്ട്. പക്ഷേ അവൻ അങ്ങനെ ഒരു ചെറുപ്പം മുതലുള്ള ശീലമല്ല, ഒരിടയ്ക്ക് തുടങ്ങിയതാണ്. കളവ് എത്ര അവൻ അറിയുന്നില്ല. അന്നേരം ഏതോ ഒരു ആത്മാവ് അവനെ ഇങ്ങനെ നയിക്കുക. അവൻ അതിങ്ങ് എടുത്തോണ്ട് പോവുക, കൂളായിട്ട് കൊണ്ടുപോയി വെക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. സ്നേഹത്തോട് പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ. സംശയത്തിൻ്റെ ദുരാത്മാക്കൾ, വഞ്ചനയുടെ ദുരാത്മാക്കൾ, അനുസരണക്കേടിൻ്റെ ദുരാത്മാക്കൾ, ഇങ്ങനെ എതിർപ്പിൻ്റെ ദുരാത്മാക്കൾ, ഇങ്ങനെ ബൈബിളിൽ ഒരുപാട് അവസ്ഥകൾ സൃഷ്ടിക്കുന്ന ആത്മാക്കളുണ്ട്. ഇത് നമ്മൾ വിചാരിക്കും നമ്മൾ കിടന്ന് അധ്വാനിച്ചാൽ എല്ലാം ശരിയാകുമെന്ന്. എല്ല് മുറിയെ പണിതാൽ ഇപ്പം പല്ല് മുറിയും. ഇതിലും നല്ല മിടുക്കന്മാർ, കേമത്തികൾ കിടന്ന് അധ്വാനിച്ചിട്ട് ഇതാ കിടക്കണം. പ്രിയപ്പെട്ടവരെ, മെഡിക്കൽ സയൻസിന് പോലും പിടികിട്ടാത്ത പല കേസുകളാണ്. ഞാനിവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ പ്രഷി, അതുപോലെ ദീപ ചേച്ചി ഇവിടെയുണ്ട്. 2 ആശുപത്രികൾ ഓസ്ട്രേലിയയിൽ നടത്തുന്ന 2 പേരാണ്. അവർ ഇവിടെ വന്ന് ഇരുന്ന് ഈ വചനം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോഴേ അവർക്ക് ഇതിൻ്റെ പിന്നിലൊരു ജ്ഞാനം കിട്ടിയിട്ടുണ്ട്. എല്ലാ കേസുകളും മരുന്നുകൊണ്ട് തീരുകയില്ല. ഹല്ലേലൂയ. എല്ലാ കേസുകളും അവരുടെ കൺട്രോളിന് അതീതമായ പല കാര്യങ്ങളും. ഞാനത് പോയതുകൊണ്ട് പറയാനില്ല, അവിടെ പോയി ഞാനൊക്കെ നടത്തിയിട്ട് അവിടെയുള്ള പറഞ്ഞോട്ടെ ഒരു സ്റ്റാഫ്, ഒരു ഡോക്ടർ അല്ലേ, ഡോക്ടറാണ് സ്റ്റാഫാണെന്ന് തോന്നുന്നു. അതായത് സെയ്റ്റനിക് വർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർ ദൈവവിശ്വാസമൊന്നുമില്ല. അപ്പോൾ അവൾ ഇരിക്കുന്ന ക്യാബിനിലൊക്കെ അവളുടേതായ പിശാചിൻ്റെ സംഭവങ്ങളൊക്കെ കൊണ്ടാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് കർത്താവിനുണ്ട് എന്ന വിശ്വാസത്തിൽ ഡോക്ടർ അവിടെ കൊണ്ടുപോയി ആ ആശുപത്രികളെല്ലാം വെഞ്ചരിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ക്യാബിനൊക്കെ ഈശോനാമത്തിൽ വെഞ്ചരിച്ച് വെള്ളം ഒഴിച്ച് വെഞ്ചരിച്ച് നിർവീര്യമാക്കിയത് ഞാൻ ഡോക്ടർ പ്രഷി ഇങ്ങോട്ടൊന്ന് വരാമോ? ഒരു സംശയം. ഞാനിത് അദ്ദേഹത്തെ വിളിക്കുന്നതിൻ്റെ എന്താണെന്നറിയാമോ? ഒറ്റ കാര്യം മാത്രം പറയാൻ വേണ്ടി ഒരു കാര്യം. അതായത് നമ്മൾ വിചാരിക്കും ഈ ശുശ്രൂഷയ്ക്കൊക്കെ വരുന്നവർ, പ്രാർത്ഥിക്കാനൊക്കെ വരുന്നവർ എല്ലാം ഗതികെട്ട് ഇല്ലാതായതിനു ശേഷം വരുന്നവരാണ്. അങ്ങനല്ല. ദൈവം അനുഗ്രഹിച്ച് 3 മക്കളുടെ 3 പേരും ഡോക്ടേഴ്സാണ്. ഇളയാൾ ഡോക്ടറാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, 2 പേരും ഡോക്ടർ, അവരുടെ മരുമക്കൾ. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഓസ്ട്രേലിയയിലെ ഡോക്ടേഴ്സ് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിന് 2 ക്ലിനിക്കുകൾ അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ വർഷങ്ങളായിട്ട് അദ്ദേഹം ഉയർത്തിയ ജീസസ് യൂത്തിലൂടെ വളർന്നു വന്ന ഒരു ആളാണ് ഡോക്ടർ പ്രഷി. അപ്പോൾ അദ്ദേഹം
ഞാൻ അദ്ദേഹത്തിന് ഒരു ചെറിയൊരു സാക്ഷി 5 മിനിറ്റ് ഇത്രയേ ഉള്ളൂ പറയാൻ ആഗ്രഹിക്കുന്നത്. കർത്താവാണ് എല്ലാത്തിലും മേര്. ഹല്ലേലൂയ. നിരന്തരം ദൈവത്തോടൊപ്പം സഞ്ചരിക്കാൻ, ദൈവത്തോട് കൂടെ നടക്കാനുള്ള ഒരു കൃപ നമുക്ക് വേണം. എങ്കിൽ മാത്രമേ കെട്ടുകൾ അതെല്ലാം സ്വാഭാവികമായിട്ട് നമ്മളിൽ നിന്ന് അകന്നു നിൽക്കുകയുള്ളൂ. ദൈവ ചൈതന്യമുള്ളവർക്ക് കെട്ടുകളിൽ നിന്ന് അകന്നു മാറാൻ പറ്റും. സഹനങ്ങളുണ്ടാകും, സഹനങ്ങളെ തെറ്റിദ്ധരിക്കരുത്. സഹനങ്ങൾ ജീവിതത്തിൽ അനുവദിക്കും ദൈവം. സഹനങ്ങൾ നമ്മൾ തലയെടുപ്പോടെ നേരിടാൻ, സഹനങ്ങളെ, പ്രതിസന്ധികളെ തലയെടുപ്പോടെ നേരിടാൻ കർത്താവിൽ ആശ്രയിച്ച് നിൽക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത്. നമുക്ക് ഇപ്പോൾ നമുക്ക് പോയി ഇച്ചിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് വരാം. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഇത് പോരാ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓടി വന്ന് ഒരു ആരാധനയിലേക്ക് പ്രവേശിക്കാം. 1:30 നമ്മുടെ ശുശ്രൂഷകൾ സമാപിക്കും. പക്ഷേ നിങ്ങൾ പെട്ടെന്ന് വരണം. 10 മിനിറ്റിനകം 1 മണിക്കൂർ ആരാധനയാണ്. നമ്മൾ ക്ലാസ്സില്ല. ഇനി ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ച് നമ്മുടെ ഈ ശുശ്രൂഷ ഫലവത്താക്കാം. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കുറഞ്ഞത് ഒരു 10 നന്മ നിറഞ്ഞ മറിയുമെങ്കിലും സംസാരിക്കാതെ ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് വെള്ളം കുടിച്ചിട്ട് ഓടി വരാം.